ഉദയപുരമിന്നു ബാന്ധമായി വിദിത മഹീതര സാനുഭൂമിയിൽ സദന സുമവനത്തിൽ ഉന്മാദമരുളും മധുമാസരാത്രിയിൽ. സുമിത്രയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓബേ, നമ്മള് വിചാരിച്ച പോലെ അല്ല നമ്മുടെ മോള്. വെറും വണ്ടിയാണ്. അവക്ക് ലീല അറിയാൻ പാടില്ലെന്ന്. നിങ്ങക്ക് അറിഞ്ഞൂടെ? എനിക്കോ? നിനക്കറിയൂ? എന്റെ അമ്മായിയുടെ മോള്. നിന്റെ അമ്മയുടെ മോള്? ഇത് ലീലയുടെയും മദനന്റെയും വിശുദ്ധമായ പ്രണയത്തെക്കുറിച്ചാണ് കുമാരനാശൻ എഴുതിയിരിക്കുന്നത്. നീ പദ്യം കേട്ടാ? അത് എളുപ്പല്ലേ. മദനം പൂ മേടിക്കാൻ സുമയുടെ പറമ്പിൽ കയറിപ്പം സുമയും ലതയും വീണ് കിടക്കണം. എന്താ കാര്യം? സ്വത്ത് തർക്കം. സ്വത്ത് തർക്കം. അത് സ്ഥിരമുള്ളതല്ലേ. ശരി, പൊടി പൊടി. സ്വത്ത് തർക്കം, സ്വത്ത് തർക്കം. വെറുതെ അല്ല പെങ്കൊച്ചി ജയിക്കാത്തത്. ഇതിന്റെ ബുദ്ധിയല്ലേ കിട്ടിയേക്കണം. അർത്ഥപാതകന്റെ സുന്ദരിയായ ഏക മകളായിരുന്നു ലീല. അയൽക്കാരനായ മദനായിരുന്നു അവളുടെ പ്രണയ പുരുഷൻ. പക്ഷേ അവളുടെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം അവൾക്ക് മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടതായിട്ട് വന്നു. വിവാഹം കഴിച്ചെങ്കിലും അവളുടെ മനസ്സിൽ എന്നും മദൻ മാത്രമായിരുന്നു. പോകെ പോകെ ഒരു നാൾ ലീലയുടെ ഭർത്താവ് മരണപ്പെട്ടു. അവൾ തിരിച്ച് നാട്ടിലെത്തിയെങ്കിലും അവൾ അനാഥയായിരുന്നു. അവളുടെ അച്ഛൻ മരണപ്പെട്ടു. അമ്മ സതി അനുഷ്ഠിച്ചു. തൻ്റെ മദനനോ ലീലയെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ മനോനില തെറ്റി ഒരു ഒരു ഭ്രാന്തനായി മാറിയിരുന്നു. അല്ല സുമിത്ര, എന്തിനാ കരയണേ? ഇല്ല മാഷെ, മാഷിന് പ്രാന്ത് വരെ അല്ല കുട്ടി, എനിക്കൊന്നുമില്ല. പണി തീരാത്ത വീട്. അയ്യോ, അച്ഛനെന്തോ തൃപ്തിയായല്ലോ. എനിക്കിപ്പോ ആരുമില്ല. അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, മദനും ഇല്ല. ഭഗവതി, ലീലയുടെ ഗതി ആർക്കും വരുത്തല്ലേ. അച്ഛനമ്മനും കാത്തോണ്ട് എന്റെ മാഷിനൊന്നും വരുത്തല്ലേ. ദേവി രക്ഷിച്ചേക്കണേ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാവേ.